നമസ്കാരം. ഫുട്ബോൾ പേറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം സാബി അലോൺസോയുടെ ബയൺ ലെവർകൂസൻ ഈ സീസൺ ബുണ്ടസ് ലീഗയിലെ പല അത്ഭുതങ്ങളും കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ലീഗിൽ 17 കളിയിൽ നിന്ന് 45 പോയിന്റുമായി ലീഗിൽ ടോപ്പാണ്. സെക്കൻഡ് നിൽക്കുന്ന ബയണിന് 41 പോയിന്റാണുള്ളത്. ബയൺ ഒരു കളി കുറവാണ് കളിച്ചിരിക്കുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ 2022 ഒക്ടോബറിൽ സാബി അലോൺസോ ബയൺ ലെവർകൂസനെ ഏറ്റെടുക്കുമ്പോൾ അവർ ലീഗിൽ 17ാം സ്ഥാനത്തായിരുന്നു. അവിടെ നിന്നും അദ്ദേഹം ലാസ്റ്റ് സീസൺ അവരെ ഡിഫെൻസീവ്ലി സോൾഡ് ആയ സ്ട്രക്ചർ ഉണ്ടാക്കി ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് യൂറോപ്പ ലീഗിലേക്ക് ക്വാളിഫൈ ചെയ്യുകയും പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഫുൾ സീസൺ ഇൻചാർജായ ഈ വർഷം ഇപ്പോൾ ലീഗിൽ ടോപ്പായിട്ട് ബയൺ മ്യൂണിക്കിന് ടൈറ്റ് ആയിട്ടൊരു കോമ്പറ്റീഷൻ ലീഗിൽ പ്രൊവൈഡ് ചെയ്യുകയാണ്. യൂറോപ്പ ലീഗിൽ അവരവരുടെ നെക്സ്റ്റ് റൗണ്ട്സിലോട്ട് കടന്നിരിക്കുകയാണ് ഗ്രൂപ്പിൽ ടോപ്പായിട്ട്. അങ്ങനെ അന്യായ പെർഫോമൻസ് ആണ് സാബി അലോൺസോയുടെ ടീം പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഈ ഒരു ടീം അവർ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്? നമുക്കറിയാം 60% മുകളിൽ പൊസഷൻ ആവറേജ് പെർ മാച്ച് അവർ കീപ്പ് ചെയ്യാറുണ്ട്. അവരുടെ സിസ്റ്റം ഓൾമോസ്റ്റ് എന്താണെന്ന് നമുക്കൊരു ടാക്ടിക്കൽ ബോർഡ് വെച്ച് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ഒരു സിസ്റ്റത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എസക്കേൽ പലാസിയോസ്, ഗ്രണ്ടൻ സാക്ക ആൻഡ് വിക്ടർ ബോണിഫേസ് ഇവരുടെ 3 പേരുടെ മൂവ്മെൻറ്റ്സും അതുപോലെ തന്നെ ഫ്ലോറിയൻ വിറ്റ്സ്, അതുപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹോപ്പ്മാൻ്റെ പ്രകടനം, ഫ്രിംപോങ്ങും ഗ്രിമാൾഡോയുടെയും പെർഫോമൻസുകൾ. നമുക്ക് നോക്കുകയാണെങ്കിൽ ഗ്രിമാൾഡോയും ഫ്രിംപോങ്ങും വിറ്റ്സും എല്ലാവർക്കും 10 മുകളിൽ ഗോൾ കോൺട്രിബ്യൂഷൻ ഉണ്ട്. ഗ്രിമാൾഡോ ആണെങ്കിലും വിറ്റ്സ് ആണെങ്കിലും ഹോപ്പ്മാൻ ആണെങ്കിലും ബോണിഫേസ് ആണെങ്കിലും എല്ലാവരും, അതുപോലെ ഫ്രിംപോങ് ആണെങ്കിലും എല്ലാവരും 10 മുകളിൽ ഗോൾ കോൺട്രിബ്യൂഷനായിട്ട് വളരെ ഫ്ലൂയിഡായി അറ്റാക്കിംഗ് ഒരു ഗെയിമാണ് അവർ കളിക്കുന്നത്. എങ്ങനെയാണ് അവർ അവരുടെ സിസ്റ്റം ബിൽഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് അവർ അവരുടെ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നത്, നമുക്കൊന്ന് നോക്കാം. നമ്മളാണെങ്കിൽ ഈ ടീമിലോട്ട് നോക്കുമ്പം ഈ ഒരു ഷേപ്പ് ഓൺ പേപ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 3-4-2-1 ഷേപ്പിലാണ്. നമ്മൾ നോക്കുവാണെങ്കിൽ 2 വിങ് ബാക്സും പുഷ് ചെയ്യും, 3 ബാക്ക്, സെൻറ്റർ ബാക്ക് പലാസിയോസ്, അതുപോലെ തന്നെ സാക്ക ഒരു മിഡ്ഫീൽഡ് ഒരു ഡബിൾ പിവറ്റ് പോലെ ഫോം ചെയ്യുന്നു. ആൻഡ് ഫ്രണ്ടിൽ വിറ്റ്സ്, ഹോഫ്മാന് ആൻഡ് ബോണിഫേസ് അപ്പ് ഫ്രണ്ട്. ഇതാണ് അവർ ഓൺ പേപ്പർ ഇൻ ഷേപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പൊസഷൻ കീപ്പ് ചെയ്യും, അതായത് ഇൻ പൊസഷൻ ബോൾ അവർ സർക്കുലേറ്റ് ചെയ്യാനായിട്ടും മറ്റുമൊക്കെ തുടങ്ങുമ്പോൾ ബിൽഡപ്പ് ഫേസിൽ നമ്മൾ ഈ ഒരു ഷേപ്പ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. ഫ്രിംപോങ് പുഷ് ചെയ്യുന്നതാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഹോഫ്മാൻ ഇൻവേർട്ട് ചെയ്യുന്നതാണ്. ഫ്രിംപോങ് സത്യം പറഞ്ഞാൽ ഒരു റൈറ്റ് വിങ് ഫോർവേഡ് റോളാണ് കൂടുതലും ചെയ്യുന്നത് ഈ ഒരു ടീമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, റാദർ ദാൻ റൈറ്റ് സൈഡ് ഫുൾ ബാക്ക്. നമ്മൾ നോക്കുകയാണെങ്കിൽ അറ്റാക്കിംഗ് എന്നാ പറയുക റോളാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്രിംപോങ് നല്ലപോലെ ചെയ്യുന്നതാണ്. ഈ ഒരു ടീമിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ബോൾ പതുക്കെ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും ഒരു ബാക്ക് 4 ഷേപ്പിലോട്ട് മാറും. വൺ ഓഫ് ദ ഫുൾ ബാക്സ് റൈറ്റ് ഹാൻഡ് സെൻറ്റർ ബാക്ക്, ഈ 3 സെൻറ്റർ ബാക്സിൽ ഒരാൾ റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് പോകുന്നു. ആൻഡ് ഗ്രിമാൾഡോ നമ്മൾ നോക്കുമ്പോൾ ബാക്കിലോട്ട് ഇറങ്ങി വരികയാണ്. ആൻഡ് ഇവിടെ ഒരു ബിൽഡപ്പ് ഫേസിൽ 4 അറ്റ് ദ ബാക്കായി മാറുകയാണ്. ഇതാണ് സംഭവിക്കാറ്. ഫ്ലോറിൻ വിറ്റ്സോലോ ഹോഫ്മാൻ ആണെങ്കിൽ ഈ ഒരു ഏരിയാസിലോട്ട് വരുന്നതാണ്. വിറ്റ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ വൈഡ് ഏരിയ ഓഫ് ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഒക്കെ ചെയ്യുന്നതാണ്. ഈ ഒരു ഷേപ്പിലോട്ട് അവരാണെങ്കിൽ ബിൽഡപ്പ് ഫേസിൽ നമ്മൾ നോക്കുമ്പോൾ മാറുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് ഈ പ്ലേയേഴ്സിൻ്റെ റൊട്ടേഷൻ. നമ്മൾ നോക്കുകയാണെങ്കിൽ ചില സിറ്റുവേഷൻസിൽ നമ്മൾ നോക്കുമ്പം ഗ്രിമാൾഡോ പുഷ് ചെയ്യുന്നതാണ് മിഡ്ഫീൽഡിലോട്ട്. ഇവിടെ സംഭവിക്കാറുള്ള എന്നാന്ന് വെച്ചാൽ വൺ ഓഫ് ദിസ് 2 മിഡ്ഫീൽഡേഴ്സ്, അതായത് എസക്കേൽ പലാസിയോസോ സാക്കയോ, ഇവരിൽ ഒരാൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് വന്ന് ഫുൾ ബാക്ക് റോൾ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഗ്രിമാൾഡോ ഇൻവേർട്ട് ചെയ്ത് മിഡ്ഫീൽഡിലോട്ട് കയറി എസക്കേൽ പലാസിയോസിനോടൊപ്പം അതോ സാക്കയോടൊപ്പം ഈ പിവറ്റിൽ ആരാണോ ഈ റോഡിലോട്ട് വരുന്നത് അയാളോടൊപ്പം മറ്റൊരാളോടൊപ്പം ഈ ഒരു 2 മാൻ പിവറ്റ്, അതായത് ഈ 2 മാൻ മിഡ്ഫീൽഡ് ഇവിടെ ഫോം ചെയ്യുന്ന കാണാം. ഇവിടെ വിറ്റ്സ് ആണെങ്കിലും ഹോഫ്മാൻ ആണെങ്കിലും ഇവിടെ ഫ്രിംപോങ് ഓൾവേസ് വൈഡ് ഏരിയാസ് അറ്റാക്കിങ് ഏരിയാസ് ഒക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഈ ഒരു ഷേപ്പിലോട്ട് മാറാറുണ്ട്. അതുപോലെ തന്നെ ഈ സാക്കയോ എസക്കേൽ പലാസിയോസോ ഇവരിൽ ഒരാൾ ഈ ഒരു വിങ് ബാക്ക് അറ്റാക്ക് ചെയ്യാറുണ്ട്. സെയിം വേ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും നമ്മൾ കാണാൻ സാധിക്കും. പക്ഷേ കൂടുതലും നമ്മൾ കാണുന്ന റൈറ്റ് ഹാൻഡ് സൈഡിലാണ് ഇങ്ങനെ ഈ ഒരു മിഡ്ഫീൽഡർ വിങ് ബാക്കായി മാറുന്നതും ആൻഡ് ഗ്രിമാൾഡോ പുഷ് ചെയ്ത് മിഡ്ഫീൽഡിലോട്ട് കയറുന്നതും നമ്മൾ കാണാനായിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മളിപ്പോൾ ഒപ്പോണൻസിനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ക്ലസ്റ്റേഴ്സ് ഇവർ ഫോം ചെയ്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എസ്പെഷ്യലി നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡ് വെച്ച് എക്സാമ്പിൾ പറയാം. കൂടുതലും റൈറ്റ് ഹാൻഡ് സൈഡ് നമ്മളിത് ഫോം ചെയ്ത് കാണാറുണ്ട്. കൂടാതെ ഈ സെയിം രീതിയിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും ഫോം ചെയ്യാറുണ്ട്. നമ്മളിപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ വെച്ച് എക്സാമ്പിൾ കാണിക്കുകയാണ്. ക്ലസ്റ്റേഴ്സ് ഫോം ചെയ്യുന്നത് നമ്മൾ എങ്ങനെയാണെന്ന് നോക്കിയാൽ ഈ ഒരു സെൻറ്റർ ബാക്സിൽ ഒരാൾ ഇങ്ങോട്ട് പുഷ് ചെയ്യുന്ന കാണാം. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്രിംപോങ് ഹയർ അപ്പ് ദ ഏരിയാസ് തന്നെ പുഷ് ചെയ്യും. സംഭവിക്കാറുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഗ്രണ്ടൻ സാക്ക ഈ ഒരു പൊസിഷനിലോട്ട് വരുന്നു. നമ്മൾ നോക്കുമ്പോൾ പലാസിയോസ് ജോയിൻ ചെയ്യുന്നു ആൻഡ് ഹോഫ്മാൻ വൺ ഓഫ് ദ ഇതിലോട്ട് വന്ന്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഒരു ക്ലസ്റ്റർ ഇവർ ഫോം ചെയ്യുന്നത് കാണാനായിട്ട് സാധിക്കും. സെൻറ്റർ ബാക്ക് ഈ ഒരു പലാസിയോസ്,
നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഗ്രണ്ടൻ സാക്ക, സോ ഹോഫ്മാൻ വന്ന് ഫോം ചെയ്യുന്നു. ഫ്രിംപോങ് ഇവിടെ അവൈലബിൾ ആണ്. ഫ്രിംപോങ്ങും ഈ ഒരു ഏരിയാസിലോട്ട് വരുന്നു. സോ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഒരു ക്ലസ്റ്റർ, സോ വൺ ഓഫ് ദ സെൻറ്റർ ബാക്സോട് ഇങ്ങോട്ട് കയറുന്നു, ഒരാൾ ഇവിടെ കയറുന്നു. സോ ഇവിടെ ക്ലസ്റ്റർ ഫോം ചെയ്യുകയാണ്. സോ ഓട്ടോമാറ്റിക്കലി നമ്മളിപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ക്ലസ്റ്റർ, ഇവരുടെ ഒരു ഗ്രൂപ്പ് ഓഫ് ക്ലസ്റ്റർ ഫോം ചെയ്യുന്നതാണ്, ക്ലസ്റ്റർ ഓഫ് പ്ലേയേഴ്സ്. സോ ഓട്ടോമാറ്റിക്കലി സംഭവിക്കാൻ പോകുന്നത് ഇങ്ങോട്ടേക്ക് ബോൾ ഈ ഏരിയാസിൽ കിടന്ന് ഇവർ റൊട്ടേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, നല്ലപോലെ തന്നെ ടൈം എടുത്ത് തന്നെ റൊട്ടേറ്റ് ചെയ്യാനോ മറ്റോ ഒക്കെ ശ്രമിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒപ്പോണൻറ്റ് പ്ലേയേഴ്സിനെ വലിക്കും, അവരുടെ ഡിഫൻസിനെ ഈ ഒരു ഏരിയാസിലോട്ട് ഫോക്കസ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും. ആൻഡ് സംഭവിക്കാൻ പോകുന്നത് നമ്മൾ നോക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഒരു ഏരിയാസിലോട്ട് അവരുടെ പ്ലേയേഴ്സ് പുഷ് ചെയ്യും. ഈ ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ സ്പേസ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. സോ ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. സോ ഈ ഒരു റൊട്ടേഷൻ നമ്മൾ നോക്കുമ്പോൾ നടക്കുക വഴി ഇവിടെ പെട്ടെന്ന് എങ്ങനെയും ഇവരുടെ ഈ ഒരു പ്രസ് ബീറ്റ് ചെയ്ത് ഈ ഒരു ബോൾ റൊട്ടേറ്റ് ചെയ്യുന്ന ഈ ഒരു പ്രസ് ഇവരുടെ ഇടയിൽ, അതായത് ഈ ഒപ്പോണൻസിൻ്റെ പ്രസ് വരുമ്പോൾ അത് പലപ്പോഴും ബീറ്റ് ചെയ്യാറുണ്ട്. സോ നമ്മൾ നോക്കുവാണെങ്കിൽ സാക്കയാണെങ്കിലും പലാസിയോസ് ആണെങ്കിലും ഇവരെല്ലാം അത്യാവശ്യം ഹോഫ്മാൻ ആണെങ്കിലും എല്ലാവരും നല്ലപോലെ തന്നെ ബോൾ റൊട്ടേറ്റ് ചെയ്യാൻ അറിയാവുന്നവരാണ്, ബോൾ പൊസിഷൻ കീപ്പ് ചെയ്യാൻ അറിയാവുന്നവരാണ്. ആൻഡ് സാബി അലോൺസോനെ പിന്നെ പറയാനുള്ളൂ. സോ ഫൈൻഡിങ് സ്പേസസ് ഓർ ക്രിയേറ്റിംഗ് സ്പേസസ്, അത് സാബി അലോൺസോയുടെ വൺ ഓഫ് ദ മേജർ തിങ് ആണ്. അത് മിക്ക കോച്ചസ് യൂസ് ചെയ്യുന്ന കാണാറുണ്ട്. സോ ഇവിടെ നമ്മൾ ക്ലസ്റ്റർ ഫോം ചെയ്യുന്ന കാണാം, ലൈക്ക് ഫെർണാണ്ടോ ഡീനീസൊക്കെ യൂസ് ചെയ്യുന്ന പോലെ. അതിനുശേഷം നമ്മൾ നോക്കുമ്പം എപ്പോഴൊക്കെ പ്രസ് ബീറ്റ് ചെയ്ത് റൈറ്റ് ടൈമിൽ ബോൾ സ്വിച്ച് ചെയ്യാറായിട്ടുണ്ട്. സോ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഗ്രിമാൾഡോ പുഷ് ചെയ്യുന്നു, ഫ്ലോറിയൻ വിറ്റ്സ് പുഷ് ചെയ്യുന്നു. സോ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ നോക്കുമ്പോൾ 2 vs 1 സിറ്റുവേഷൻ, ഇവരുടെ ഈ ഒരു ഫുൾ ബാക്കിന് അഗേൻസ്റ്റ് ഇവരുടെ 2 പ്ലേയേഴ്സ് 2 vs 1 സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ പെട്ടെന്ന് ഒരു സ്വിച്ച് ചെയ്യുമ്പോൾ വളരെ സ്പീഡിലാണ്. നമുക്കറിയാം ഫ്രണ്ടിൽ ഗ്രിമാൾഡോ ആണെങ്കിലും വിറ്റ്സ് ആണെങ്കിലും ഈവൻ ഫ്രണ്ടിൽ കളിക്കും ബോണിഫേസ് ആണെങ്കിലും ഫ്രിംപോങ് ആണെങ്കിലും അത്യാവശ്യം പേസ് ഉള്ള പ്ലേയേഴ്സാണ്. സോ സംഭവിക്കുന്നത് 2 on 1 ക്രിയേറ്റ് ചെയ്യുന്നു, റൺസ് നടത്തുന്നു, ഫൈൻഡ് ചെയ്യുന്നു, ബോണിഫേസ് അറ്റാക്ക് ചെയ്യുന്നു, ഫ്രിംപോങ് വിടുന്നു, റൺസ് നടത്തുന്നു. സോ അറ്റാക്ക് ചെയ്യുന്നു ബോക്സിലോട്ട്. സോ ക്രോസസ് വരുന്നു, ഫിനിഷ് ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. സോ ഈ ഒരു ക്ലസ്റ്റർ ഫോം ചെയ്യുക, ബോൾ സ്വിച്ച് ചെയ്യുക. ഈ സെയിം രീതി തന്നെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും ഫോം ചെയ്യാറുണ്ട്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഫോം ചെയ്തിട്ട് ഈ ഒരു ഗ്രിമാൾഡോ വിറ്റ്സിൻ്റെ സ്ഥാനത്ത് ഹോഫ്മാനും ഫ്രിംപോങ്ങും വരുന്നൊരു സിറ്റുവേഷനും ഇവർ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. സോ ഇതാണ് വൺ ഓഫ് ദ മേജർ തിങ്സ് സാബി അലോൺസോ യൂസ് ചെയ്യാറുള്ളത്. ക്ലസ്റ്റർ ഫോം ചെയ്ത് മറ്റ് ഏരിയാസിൽ ഒരു സൈഡ് ഓഫ് ദ പിച്ചിൽ ക്ലസ്റ്റർ ഫോം ചെയ്യുക, അതർ സൈഡിൽ സ്പേസ് ക്രിയേറ്റ് ചെയ്യുക, 2 vs 1 സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുക. സോ അടുത്തതായിട്ട് ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ബോണിഫേസിൻ്റെ മൂവ്മെൻറ്റാണ്. അവർ സ്ട്രൈക്കറായ വിക്ടർ ബോണിഫേസിൻ്റെ. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ബാക്കിൽ നിന്ന് ബിൽഡപ്പ് ചെയ്യുമ്പോൾ ബോണിഫേസ് ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഏത് ലൈനിലാണോ, അതായത് ഇപ്പം റൈറ്റ് ഹാൻഡ് സൈഡ് ഡിഫൻഡറിൻ്റെ ആണെങ്കിൽ സോ ഇവിടെ ആ ഒരു ലൈൻ കീപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ഡിഫൻഡേഴ്സിലോട്ട് പാസ് ചെയ്യുമ്പോൾ സോ പുള്ളി ആണെങ്കിൽ ലെഫ്റ്റിലോട്ട് നീങ്ങുന്നു. സോ പുള്ളി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം കോൺസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ മൂവ്മെൻറ്റ്സ് നടത്തിക്കൊണ്ടിരിക്കും. ഏത് സൈഡിലാണോ ബോൾ ഉള്ളത് ആ സൈഡിലോട്ട് മൂവ്മെൻറ്റ്സ് നടത്തിക്കൊണ്ടിരിക്കും. സോ അതിനകത്ത് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിഫൻഡേഴ്സിന് പുഷ് ചെയ്യാനായിട്ട് മടിയാവും. അതായത് ഒപ്പോണൻസിൻ്റെ ഡിഫൻഡേഴ്സിന് പുഷ് ചെയ്യാനായിട്ട് ഒരു മടിയാവും, അഥവാ റിസ്കി മൂവ് ആണെന്ന് അവർക്ക് മനസ്സിലാവും. സോ അതിനകത്ത് തന്നെ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അവരുടെ മിഡ്ഫീൽഡിനും ഡിഫൻഡേഴ്സിനും ഇടയിൽ ഒരു ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. കാരണം ഇവർ ഓവർലോഡ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുമല്ലോ, ബാക്കിൽ നിന്ന് ബിൽഡപ്പ് ചെയ്ത് ഓവർലോഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരുടെ മിഡ്ഫീൽഡേഴ്സും അറ്റാക്കേഴ്സും പ്രസ്സിന് വേണ്ടി ചെല്ലും. സോ എല്ലാവരും ഈ ഒരു ബിൽഡപ്പിൽ ഇൻവോൾവ് ആകുമ്പോൾ സോ അതിനകത്ത് തന്നെ വിക്ടർ ബോണിഫേസിൻ്റെ ഈ ഒരു മൂവ്മെൻറ്റ് അവരുടെ സെൻറ്റർ ബാക്സിനെ എസ്പെഷ്യലി പുഷ് ചെയ്യാനായിട്ട് ഒന്ന് മടിപ്പിക്കും. സോ പുള്ളിയുടെ ഈ ഒരു മൂവ്മെൻറ്റ്സ് കോൺസ്റ്റൻ്റ്ലി ത്രെട്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ ചെയ്യുന്ന മറ്റൊരു കാര്യം, ഇവരിങ്ങനെ ക്ലസ്റ്റേഴ്സ് ഫോം ചെയ്ത് ബിൽഡപ്പ് ചെയ്ത് ഈ ഒരു വരുന്ന വഴിക്കും 1-2 ഇട്ട് സ്പേസസ് ക്രിയേറ്റ് ചെയ്യാൻ, അഥവാ 1-2 ഇട്ട് ഒരു മൂവ്മെൻറ്റ്സ് നടത്താനായിട്ടും ഈ ബോണിഫേസ് എക്സ്പേർട്ടാണ്, അഥവാ യൂസ് ചെയ്യാറുണ്ട്. സോ ബയണിനെതിരെയൊക്കെയുള്ള ഒരു മാച്ച് കാണുവാണെങ്കിൽ നമുക്കത് ക്ലിയർലി കാണാനായിട്ട് വരും. ആ മാച്ചിൽ അതിൻ്റെ ഇഷ്ടം പോലെ അങ്ങനത്തെ മൂവ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു. സോ നമ്മൾ നോക്കുവാണെങ്കിൽ പാസ് ചെയ്യുന്നു, ഇവൻ വിറ്റ്സ് ഫൈൻഡ് ചെയ്യുന്നു, തിരിച്ചു കൊടുക്കുന്നു. സോ ഡിഫൻഡറിനെ അട്രാക്ട് ചെയ്യുന്നു, ഈ ഒരു റണ്ണ് കൊടുക്കുന്നു, 1-2 പാസുകളിൽ ശ്രമിക്കുന്നു. അല്ലാത്തപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഹോഫ്മാൻ ഇൻവോൾവ് ആവുന്ന കാണാം. ഹോഫ്മാൻ വരുന്നു, ഈ ഒരു ഏരിയാസിലോട്ട് വരുന്നു, പാസ് ചെയ്യുന്നു, ഹോഫ്മാനെ ഫൈൻഡ് ചെയ്യുന്നു, റണ്ണ് നടത്തുന്നു, ഹോഫ്മാൻ ഇട്ട് കൊടുക്കുന്നു. അല്ലെങ്കിൽ ഹോഫ്മാനെ സെറ്റപ്പ് ചെയ്യുന്ന കാണാം. സോ വിറ്റ്സ് ബോണിഫേസ് ഫസ്റ്റ് ടൈം ത്രൂ ബോൾ ഹോഫ്മാൻ റൺസ് നടത്തുന്ന കാണാം. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ മൂവ്മെൻറ്റ്സ് കോൺസ്റ്റൻ്റ്ലി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് 1-2 ഇട്ട് ഒപ്പോണൻസിനെ അറ്റാക്ക് ചെയ്യാറുണ്ട്. പിന്നെ ഇവർ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 4 vs 5 അഡ്വാൻറ്റേജും പലപ്പോഴും ഈ ഒരു ഈ ക്ലസ്റ്ററിലൂടെ ബ്രേക്ക് ചെയ്തതിന് ശേഷം, അതായത് ബിൽഡപ്പ് ചെയ്ത് നമ്മൾ നോക്കുമ്പം പലാസിയസ് ആണെങ്കിലും സാക്കയുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഈ ഒരു
ഇൻ ബിറ്റ്വീൻ ലൈൻ പാസസ് നമ്മൾ നോക്കുവാണെങ്കിൽ ഫൈൻഡ് ചെയ്യുന്നതാണ്. സോ ഫ്രിംപോങ് പുഷ് ചെയ്യുന്നതാണ്, ഗ്രിമാൾഡോ പുഷ് ചെയ്യുന്നതാണ്. സോ ഇവർ ഒരു ക്ലസ്റ്റർ ഫോം ചെയ്തു. സോ ഇവർ വൺ ഓഫ് ദ സെൻറ്റർ ബാക്സ് മേ ബി ഏതർ സിറ്റുവേഷൻസിൽ മിഡ്ഫീൽഡിലോട്ട് കയറുന്നതാണ് ഈ ഒരു 3-ൽ നിന്ന്. സോ അങ്ങനെ അവർ ഈ ഒരു ലൈൻ ബ്രേക്കിംഗ് പാസസിലൂടെ മറ്റുമൊക്കെ അഥവാ ഒപ്പോണൻസിൻ്റെ ആ ഒരു പ്രസ് ബീറ്റ് ചെയ്തുകൊണ്ട് ക്ലസ്റ്റർ ത്രൂ ബീറ്റ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് തന്നെ ഈ ഒരു പൊസിഷനിലോട്ട് എത്തുന്നതാണ്. സോ ഹോഫ്മാൻ ത്രൂ ദ സെൻറ്റർ, വിറ്റ്സും അതുപോലെ തന്നെ ഹോഫ്മാനും ഹാഫ് സ്പേസസ് അറ്റാക്ക് ചെയ്യുന്ന ബോണിഫേസ് സെൻറ്ററിലൂടെ ആൻഡ് ഫ്രിംപോങ്ങും അതുപോലെ തന്നെ ഗ്രിമാൾഡോയും പുഷ് ചെയ്യുന്നതാണ്. സോ ഈ ഒരു 5 vs 4 സിറ്റുവേഷൻ പല മാച്ചസിലും അവർ ക്രിയേറ്റ് ചെയ്യാറായിട്ടുണ്ട്. അത് പലപ്പോഴും വളരെ സൂപ്പർബായിട്ട് തന്നെ വർക്ക് ചെയ്യാറായിട്ടുമുണ്ട്. സോ ഈ ഒരു ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് എസ്പെഷ്യലി ആ ക്ലസ്റ്റർ ഫോം ചെയ്ത് പ്രസ് ബീറ്റ് ചെയ്ത് ലൈൻ ബ്രേക്കിംഗ് പാസസ് ത്രൂവും ഒക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ അവർ ആ ഒരു ഡിഫൻസിൻ്റെ അതായത് ഒപ്പോണൻസിൻ്റെ ആ ഒരു പ്രസ് ബീറ്റ് ചെയ്യുകയും ഒരു 5 vs 4 സിറ്റുവേഷൻ പല അവസരങ്ങളിലും പെട്ടെന്ന് തന്നെ ക്വിക്കായിട്ട് തന്നെ എസ്പെഷ്യലി ഫ്രിംപോങ്ങും അതുപോലെ തന്നെ ഗ്രിമാൾഡോയുടെ മൂവ്മെൻറ്റ്സ് നമുക്കത് കാണാനായിട്ട് സാധിക്കും. വിറ്റ്സും അതുപോലെ തന്നെ ഹോഫ്മാനും എക്സ്പേർട്സാണ്. എപ്പം ആ ഒരു പാസ് വരും, എങ്ങനെ സ്പേസസ് അറ്റാക്ക് ചെയ്യാം, എങ്ങനെ ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളൊരു സിറ്റുവേഷൻ അവർ സൂപ്പർബായിട്ട് തന്നെ അവർ IQ ഉപയോഗിച്ച് സെൻസ് ചെയ്യാറുണ്ട്. അത് ത്രൂ അവർ ഒപ്പോണൻസിനെ എന്നാ പറയുക ന്യൂമറിക്കലി ഔട്ട് പ്ലേ ചെയ്യാറായിട്ടുമുണ്ട്. സോ കണ്ടല്ലോ. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ആവറേജ് ഇവരുടെ എക്സ്പെക്റ്റഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതായത് അറ്റാക്ക് വരുന്ന സീക്വൻസുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡ് ത്രൂ 33% വരുന്നതാണ്, സെൻട്രലിലൂടെ 34% ആൻഡ് ലെഫ്റ്റിലൂടെയും 33%. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്, അല്ല ഒരു ഏരിയയിൽ ഹ്യൂജ്ലി ഡിപ്പെൻഡൻ്റ് അല്ല. അതാണ് ഈ ഒപ്പോണൻസിനെ റിയലി കൺഫ്യൂസ്ഡ് ആക്കുന്നത്. നമുക്കറിയാം മിക്ക ടീമുകൾക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏരിയ ഫോക്കസ് ചെയ്തവർ അറ്റാക്ക് ചെയ്യുന്നതാണ്. പക്ഷേ ഇവർ 34% ടു ദ സെൻറ്റർ, 33 രണ്ട് സൈഡും റൈറ്റിലും ലെഫ്റ്റിലും 33 ഈച്ച് വെച്ച്. സോ ഒപ്പോണൻസ് കൺഫ്യൂസ് ആവും. ഓൾ ഏരിയസ് ഓഫ് ദ പിച്ച് അവർ യൂട്ടിലൈസ് ചെയ്യുന്നു. ആകപ്പാടെ എന്നാ പറയുക ഒപ്പോണൻസിന് ഒരു ഐഡിയാസ് ഇല്ലാതാകുന്നു. സോ എസക്കേൽ പലാസിയോസിൻ്റെയും സാക്കയുടെയും മൂവ്മെൻറ്റ്സ് എടുത്തു പറയേണ്ടതാണ്. പലാസിയോസിനൊക്കെ വന്ന ഇമ്പ്രൂവ്മെൻറ്റ് അണ്ടർ സാബി അലോൺസോ എടുത്തു പറയേണ്ടതാണ്. അതുപോലെ തന്നെ വിക്ടർ ബോണിഫേസ് എട്ടാനദർ ജം. സോ പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഡിഫൻസീവ് മെട്രിക്സിലോട്ട് നമ്മൾ നോക്കുമ്പോൾ ജംഗം പ്രസിംഗ് ഇൻറ്റൻസിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും ബോൾസ് റിക്കവറിയുടെ കാര്യത്തിലും എല്ലാം നമ്മൾ നോക്കുകയാണെങ്കിൽ അവരാണ് ടോപ്പ് ഓഫ് ദ ലീഗ്. സോ ഡിഫൻസീവ്ലി അവരുടെ കാര്യങ്ങൾ എടുത്തു പറയേണ്ടതാണ്. ബോൾ ലൂസ് ചെയ്താൽ പെട്ടെന്ന് തന്നെ ബോൾ വിൻ ബാക്ക് ചെയ്യാനായിട്ട് അവർ നമിക്കാറുണ്ട്. ജംഗം പ്രസിംഗ് ഇൻറ്റൻസിറ്റിയുടെ മെട്രിക്സിൻ്റെ ഒക്കെ കാര്യം നോക്കുകയാണെങ്കിൽ അതിൽ ടോപ്പാണ്. ലീഗിൽ ഏറ്റവും ലീസ്റ്റ് ഗോൾസ് കൺസീഡ് ചെയ്തിരിക്കുന്നത് അവരാണ്. 12 ഗോൾസ് മാത്രമേ കൺസീഡ് ചെയ്തിട്ടുള്ളൂ സോ ഫാർ ആഫ്റ്റർ 17 മാച്ചസ്. ആൻഡ് ലീഗിൽ സെക്കൻഡ് മോസ്റ്റ് ടോപ്പ് സ്കോറർ അവരാണ്. അതായത് 47 ഗോളുമായിട്ട് ബയൺ മ്യൂണിക്കിന് തൊട്ട് വഴുകി 2ാം സ്ഥാനത്തുണ്ട് നമ്പർ ഓഫ് ഗോൾ സ്കോറിൻ്റെ കാര്യത്തിൽ. സോ ഒരു കംപ്ലീറ്റ്ലി ബാലൻസ്ഡ് ആയ ഒരു സിസ്റ്റമാണ് നമ്മൾ സാബി അലോൺസോ ത്രൂ കാണുന്നത്. സോ നമ്മൾ അറ്റാക്കിംഗ് ഏരിയാസ് കൂടുതൽ പറയുമ്പോൾ ഡിഫൻസീവ്ലിയും എസ്പെഷ്യലി ഇത്ര ഹൈ ലൈൻ വെച്ച് അവർ കളിക്കുമ്പോഴും പ്ലേയേഴ്സിനെ പുഷ് ഫോർവേഡ് ചെയ്യുമ്പോഴും ഈവൻ 3 സെൻറ്റർ ബാക്സിൽ ഒരാൾ മിഡ്ഫീൽഡിലോട്ട് വരെ ഇടയ്ക്ക് നമ്മൾ കയറുന്ന കാണാനായിട്ടുണ്ട്. സോ അത്രയും റിസ്കി ആയിട്ടുള്ള ആ ഒരു സിസ്റ്റം അറ്റാക്കിംഗ് ഏരിയാസിലോട്ട് മാക്സിമം ബോഡീസിനെ വിടുന്ന ആ ഒരു സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനിടയിൽ ഡിഫൻസീവ് മെട്രിക്സ് ടോപ്പായിട്ട് നിൽക്കുന്നു. സോ അത് അവരുടെ ആ ഒരു ഇൻറ്റൻസിറ്റി ടു വിൻ ബാക്ക് ദ ബോൾ ലൂസ് ചെയ്യുമ്പോൾ എത്രയും പെട്ടെന്ന് ഹയർ ഓഫ് ദ പിച്ചസ് വെച്ച് തന്നെ ബോൾ വിൻ ബാക്ക് ചെയ്യുന്നതിലുള്ള അവരുടെ മികവ് പുറത്തെടുത്ത് കാണിക്കുന്നതാണ്. സോ ഓവറോൾ ഒരു സൂപ്പർ സിസ്റ്റമാണ് സാബി അലോൺസോ ബിൽഡ് ചെയ്തിരിക്കുന്നത്. മേ ബി സാബി അലോൺസോയ്ക്ക് വേണ്ടി വമ്പൻ ക്ലബ്ബുകൾ ഇപ്പോഴേ നോട്ടം ഇട്ടിട്ടുണ്ട്. മേ ബി ആൻസലോട്ടി എക്സ്റ്റെൻഡ് ചെയ്തില്ലായിരുന്നെങ്കിൽ നെക്സ്റ്റ് റയൽ മാഡ്രിഡ് കോച്ച് പുള്ളി ആവേണ്ടതെന്നാണെന്ന് പറയുന്നത്. ആൻഡ് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റിൽ ലിവർപൂളിനും ബയണിനും അതുപോലെ തന്നെ റയൽ മാഡ്രിഡിനും വേണ്ടി ഒരു റിലീസ് ക്ലോസ് വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകുന്നു. നെക്സ്റ്റ് സീസൺ സാബി അലോൺസോ ഓൾമോസ്റ്റ് ഷുവർ ആയിട്ടുണ്ട്. ചാമ്പ്യൻസ് ലീഗിന് ബയൺ ലെവർകൂസനായിട്ട് ഓൾമോസ്റ്റ് ഷുവറാണ്. സോ ബയൺ ലെവർകൂസൻ എങ്ങനെ നെക്സ്റ്റ് സീസൺ ചാമ്പ്യൻസ് ലീഗിൽ പെർഫോം ചെയ്യും, ഈ സീസണിൽ യൂറോപ്പ് ലീഗിൽ അവർ എവിടെ വരെ പോകും. യോർഗൻ ക്ലോപ്പിൻ്റെ ലിവർപൂളാണ് അനദർ ഫേവറേറ്റ് ഇൻ ദാറ്റ് ടൂർണമെൻറ്റ്. സോ അതിൽ ലിവർപൂൾ കോമ്പറ്റീഷൻ കൊടുക്കാൻ പറ്റുമോ? പിന്നെ നോക്കേണ്ടത് എല്ലാവരും ഈഗർലി നോക്കുന്ന അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ബയണിൻ്റെ ആധിപത്യം ഈ ഒരു ലീഗിൽ അവസാനിപ്പിക്കാൻ ലെവർകൂസന് പറ്റുമോ എന്നുള്ളൊരു കാര്യം എല്ലാവരും ഈഗർലി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. സോ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതിലേക്ക് ബൈ.